ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ കണ്ടത് CSSനെ കുറിച്ചായിരുന്നു. കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് ആണ്. ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ച് പഠിക്കാം. ഞാനൊന്ന് റിക്കളക്ട് ചെയ്യാണ്. HTMLനെ കുറിച്ച് പഠിച്ചു, CSSനെ കുറിച്ച് പഠിച്ചു. HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കെലറ്റൻ ക്രിയേറ്റ് ചെയ്യുക, മീൻസ് സ്ട്രക്ചർ, വെബ് പേജിൻ്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ HTML എന്നുള്ളത്. That is, it defines the structure of the web pages using elements like headings, paragraphs, etc. അതേപോലെ കാസ്കേഡിങ് CSS എന്ന് പറഞ്ഞാൽ എന്താണ്? കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് കൺട്രോൾസ് പ്രസൻറ്റേഷൻ ആൻഡ് ലേ ഔട്ട് ഓഫ് ദ HTML എലമെൻറ്റ്സ്. HTML എലമെൻറ്റ്സിൻ്റെ ലേ ഔട്ടിൻ്റെയും അതെങ്ങനെയാണ് ആ എലമെൻറ്റ്സ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ ഇൻക്ലൂഡിങ് ഇറ്റ്സ് കളേഴ്സ്, ഫോൺസ്, സ്പേസിങ് എക്സെട്ര. സോ അതാണ് CSS എന്ന് പറയുന്നത്. ദെൻ JavaScript is interactivity, means it adds the dynamic behavior to web pages. ഡൈനമിക് ബിഹേവിയർ കൊടുക്കുക വെബ് പേജസിന്. കാരണം ആനിമേഷൻസ്, ദെൻ മൂവ്മെൻറ്റ്, ദെൻ ഫോം വാലിഡേഷൻ, കണ്ടൻറ് അപ്ഡേറ്റ്സ്, ഇതൊക്കെയാണ് JavaScript വഴി വരുന്നത്. സോ നമുക്ക് ഒറ്റ വാക്കിൽ പറയാം, HTML എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ്സ് എ സ്ട്രക്ചർ ഓഫ് ദ വെബ് പേജ്. CSS dresses its up, means style or give presentation to the HTML elements. How the HTML elements are presented in the web page. Then next is JavaScript makes it more functionality, animation, content updates, form validation, etc. ഇതൊക്കെയാണ് JavaScript എന്ന് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് JavaScriptനെ ഒന്ന് ജസ്റ്റ് എന്താണെന്ന് പറയാം. ആക്ച്വലി JavaScript എന്ന് പറയുമ്പം it's a programming language used to make the web page interactive. വെബ് പേജ് ഇൻട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് JavaScript എന്ന് പറയുന്നത്. നോർമലി അത് യൂസേഴ്സ് ബ്രൗസറിലാണ് റൺ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ക്ലയൻറ്റ് സൈഡിലാണ് റൺ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് സെർവർ സൈഡിൽ വേണമെങ്കിൽ റൺ ചെയ്യാം. ഇപ്പോൾ ഡെവലപ്പേഴ്സിന് ഒരു enables the developers to build the complete application using the simple programming language. ഇനി ഞാൻ പറയാം, JavaScript എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് എന്ന് പറയും. കാരണം അതിൻ്റെ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന ലൈൻ ബൈ ലൈൻ ആയിട്ടാണ്. അപ്പം അതിന് ഒരു പ്രയർ കമ്പൈലേഷൻ്റെ ആവശ്യമില്ല, ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് കമ്പൈൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി JavaScriptൻ്റെ യൂസേജ് എന്ന് പറയുന്നത് ഡൈനമിക് ആൻഡ് ഇൻ്ററാക്റ്റീവ് വെബ് പേജസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ടൈം അപ്ഡേറ്റ്സ്, ആനിമേഷൻസ്, ഇൻറ്ററാക്ടിവിറ്റി ഓൺ വെബ്സൈറ്റ്സ്, ഇതൊക്കെ നമുക്ക് JavaScript വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡ്രോപ്പ് ഡൗൺ മെനൂസ്, അതേപോലെ മോഡൽസ്, ഇമേജ് സ്ലൈഡേഴ്സ്, അതൊക്കെ വരും. ദെൻ സെക്കൻഡ് യൂസ് ഈസ് മാനിപ്പുലേറ്റിംഗ് HTML ആൻഡ് CSS. അപ്പോൾ നമുക്ക് ഒരു HTML എലമെൻസിൻ്റെ നമുക്ക് എന്ത് ചെയ്യേണ്ട, സ്ട്രക്ചർ, സ്റ്റൈല്, അതുപോലെ വെബ് പേജിൻ്റെ കണ്ടൻറ്റ് എല്ലാം നമുക്ക് ഡൈനമിക്കലി എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. കാരണം എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ബട്ടൺ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇനി എക്സാമ്പിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യും, ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യും. അതൊക്കെയാണ് HTML CSSനെ മാനിപ്പുലേറ്റ് ചെയ്യാനും JavaScript വെച്ചിട്ട് പറ്റും. Then next is event handling. Event handling means യൂസേഴ്സ് റിയാക്ഷൻസ്. കാരണം ക്ലിക്ക് ചെയ്യുക, അല്ല ഹോവർ ചെയ്യുക, അല്ല കീ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് അവിടെ സംഭവിക്കുന്നത്. നമ്മളൊരു എലമെൻറ്റിൻ്റെ മുകളിൽ കൂടെ ഹോവർ ചെയ്യുമ്പോഴത്തേക്കും ടൂൾ ടിപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്, അതും എന്താണ് JavaScript യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇസ് ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ്. അനദർ യൂസേജ് ഓഫ് JavaScript ഇസ് ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ്. സെർവർ സൈഡിൽ നമ്മൾ പല എൻവയോൺമെൻറ്റ്സ്, .js എൻവയോൺമെൻ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെബ് സെർവേഴ്സ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അനദർ യൂസേജ് ഇസ് ഗെയിം ഡെവലപ്മെൻറ്റ്. ബ്രൗസർ ബേസ്ഡ് ഗെയിംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇസ് മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ്. മൊബൈൽ ആപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഇസ് ബിൽഡിംഗ് വെബ് ആപ്ലിക്കേഷൻസ്.
single page applications using frameworks like React, .js. അപ്പം ഇങ്ങനത്തെ കുറച്ച് എൻവയോൺമെൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഗെയിം ഡെവലപ്പ് ചെയ്യാം, വെബ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാം, മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യാം. ഇങ്ങനെ ഈ ജാവ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഇതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് യൂസേജ് എന്ന് പറയുന്നത്. ജാവ സ്ക്രിപ്റ്റ് എന്താണെന്ന് നോക്കി നമ്മൾ അതിൻ്റെ യൂസേജ് നോക്കി. ജസ്റ്റ് നമുക്ക് നോക്കാം ജാവയും ജാവ സ്ക്രിപ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ജാവ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അല്ലേ, ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതേപോലെ ജാവ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇൻ്റർപ്രറ്റഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. വെബ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇൻ്റർപ്രറ്റഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. ജാവ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ജാവ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്, ഇൻ്റർപ്രറ്റഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ വെബ് ഡെവലപ്മെൻറ്റ്. ഇനി കമ്പൈലേഷൻ്റെ കേസിൽ ജാവ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം കമ്പൈൽ ചെയ്യുന്നത് ഒരു ബൈറ്റ് കോഡായിട്ടാണ്, പിന്നെ അത് ജാവ വെർച്വൽ മെഷീനിൽ റൺ ചെയ്യും. ജാവ സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഇൻ്റർപ്രറ്റഡ് ബൈ ദ ബ്രൗസറാണ്, ഇൻ്റർപ്രറ്റഡ് ബൈ ദ ബ്രൗസർ ഓർ റൺ ടൈം. ഇത് റൺ ടൈം എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ബ്രൗസർ തന്നെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഇനി പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോഴത്തേക്ക് ജാവയുടെ കേസ് നമുക്കറിയാം പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. ദാറ്റ് ഈസ് വോറ, that is write, WORA, that is write once, run anywhere. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി ജാവ സ്ക്രിപ്റ്റിൻ്റെ കേസിൽ ഇറ്റ് റൺസ് പ്രൈമർലി ഇൻ ബ്രൗസേഴ്സ് ആൻഡ് ഓൾസോ ഓൺ സെർവേഴ്സ്. ബ്രൗസേഴ്സിലും റൺ ചെയ്യും, സെർവേഴ്സിലും റൺ ചെയ്യും. ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, പിന്നെ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ജാവ റൺ ചെയ്യുന്നത് JVMൻ്റെ അകത്താണ്. അതിന് വേണ്ടിയിട്ട് ഇറ്റ് റിക്വസ്റ്റ് ഇൻസ്റ്റലേഷൻ ഓഫ് JVM, ജാവ റൺ ടൈം JRE വേണം അല്ലേ, ജാവ റൺ ടൈം എൻവയോൺമെൻറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. അതേപോലെ തന്നെ ജാവ സ്ക്രിപ്റ്റിലാണെങ്കിൽ ബ്രൗസറിലാണ് റൺ ചെയ്യണമെന്നറിയാം, അല്ലെങ്കിൽ ജാവ സ്ക്രിപ്റ്റ് എൻജിൻ വേണം. അപ്പോൾ ഒരു എക്സ്ട്രാ ഇൻസ്റ്റാളേഷൻ്റെ ആവശ്യമൊന്നുമില്ല, ബട്ട് കാരണം ബ്രൗസറിൽ തന്നെയാണ് ഇത് റൺ ചെയ്യുന്നത്. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ബ്രൗസറിൽ തന്നെയാണ് റൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ ജാവ സ്ക്രിപ്റ്റ് എൻജിൻ വേണം, പക്ഷേ അതിന് എക്സ്ട്രാ ഇൻസ്റ്റലേഷൻ ഒന്നും ആവശ്യമില്ല. Then libraries and tools. ജാവയുടെ കേസിൽ നമുക്കറിയാം there consist of rich sets of libraries for various domains. അതേപോലെ തന്നെ ജാവ സ്ക്രിപ്റ്റിനും എന്തുണ്ട്, എക്സ്റ്റെൻസീവ് ലൈബ്രറീസ് അവൈലബിൾ. ജസ്റ്റ് ജാവയും ജാവ സ്ക്രിപ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി HTMLും ജാവ സ്ക്രിപ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കാം. HTML ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമ്മുടെ വെബ് പേജിൻ്റെ കണ്ടൻറ്റ്, ആ ഒരു ലേഔട്ട്, അതാണ് വെബ് പേജിൻ്റെ ലേഔട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് HTML എന്ന് പറയുന്നത് അല്ലേ. ബേസിക് സ്കെലട്ടൺ, ഒരു വെബ് പേജിൻ്റെ ബേസിക് സ്കെലട്ടൺ, ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, ഹെഡിങ്സ്, പാരഗ്രാഫ്സ്, ഇമേജസ്, ബട്ടൺസ്, ഫോംസ് എല്ലാം അതിൻ്റെ അകത്ത് വരും. ജാവ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന ഓരോ സ്ട്രക്ചർ ഒരു ബിഹേവിയർ ആഡ് ചെയ്യുകയാണ് ജാവ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. ഈ എലമെൻറ്റ്സ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് അതിന് ഡൈനമിക് ഫങ്ഷണാലിറ്റി കൊടുക്കുക. ജാവ സ്ക്രിപ്റ്റ് എന്ത് ചെയ്യണം, ഈ പറയുന്ന HTMLലുള്ള എലമെൻറ്റ്സ് ഉണ്ടല്ലോ, ഈ പാരഗ്രാഫ്, ഹെഡിങ്സ്, ബട്ടൺ, അങ്ങനെ ഉള്ള എലമെൻറ്റ്സിന് ഇൻട്രാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനൊരു ഡൈനമിക് ഫങ്ഷണാലിറ്റി അല്ലെ ബിഹേവിയർ കൊടുക്കുക. അതാണ് ജാവ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. കാരണം നമുക്കൊരു HTML ഡോക്യുമെൻറ്റിൻ്റെ അകത്തൊരു ബട്ടൺ അതൊരു HTML എലമെൻ്റ് ആണ്. അപ്പോൾ ബട്ടൺ അത് ട്രിഗർ ചെയ്യുമ്പോഴത്തേക്കും, അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു അലേർട്ട് ഡിസ്പ്ലേ ചെയ്യുക. അത് നമ്മൾ ജാവ സ്ക്രിപ്റ്റ് വെച്ച് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ബട്ടൺ അവിടെ ക്രിയേറ്റ് ചെയ്യുക. ബട്ടൺ ക്രിയേറ്റ് ചെയ്യാതെ HTML എലമെൻറ്റ്, ആ ബട്ടൺ ഒരു കളർ കൊടുക്കുക, അതിൻ്റെ ഷേപ്പ് കൊടുക്കുക, അത് CSS. ഇനി ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യുക, അല്ല ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു അലേർട്ട് വരിക, അല്ലെങ്കിൽ ഒരു പോപ്പപ്പ് ഒരു ഇത് വരിക, അതൊക്കെ ആര് ചെയ്യുന്നത്, യൂസിങ് ജാവ സ്ക്രിപ്റ്റ്. ഡിഫറൻസ് മനസ്സിലായാലും HTML എലമെൻറ്റ്സ് ആയി ബട്ടൺസ്, അതിനൊക്കെ ജസ്റ്റ് കളർ കൊടുക്കുക, അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റിൻ്റെ ഫോണ്ട് അതൊക്കെ ചേഞ്ച് ചെയ്യുന്ന CSS ആണ്. ഈ പറയുന്ന ബട്ടണിൽ തന്നെ ഒരു ബിഹേവിയർ ആഡ് ഓൺ ചെയ്യുന്നത് ആരാണ്, ജാവ സ്ക്രിപ്റ്റ് ആണ്. അപ്പം അങ്ങനെ എനിക്ക് ജാവ സ്ക്രിപ്റ്റിനെ HTMLൻ്റെ അകത്ത് പല രീതിയിൽ എംബഡ് ചെയ്യാൻ പറ്റും.
There are three ways of embedding the JavaScript in HTML. First method is explicit embedding, that is internal JavaScript. Second one is implicit embedding or inline JavaScript. Third one is external JavaScript. സോ നമുക്ക് ഈ വീഡിയോയിൽ വാട്ട് ഇസ് എക്സ്പ്ലിസിറ്റ് എംബഡിങ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ജാവാസ്ക്രിപ്റ്റ് നോക്കാം. സോ അതിൻ്റെ അകത്ത് എക്സ്പ്ലിസിറ്റിൻ്റെ അകത്ത് ജാവാസ്ക്രിപ്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി റിട്ടൺ വിത്തിൻ സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗിൻ്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗിൻ്റെ അകത്താണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡ് എഴുതുന്നെങ്കിൽ അത് ആ ടൈപ്പ് ഓഫ് എംബഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്പ്ലിസിറ്റ് എംബഡിങ്. വാട്ട് ഈസ് എക്സ്പ്ലിസിറ്റ് എംബഡിങ്? ദ ജാവാസ്ക്രിപ്റ്റ് കോഡ്, ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡ് വിച്ച് ഈസ് റിട്ടൺ ഡയറക്ട്ലി വിത്തിൻ ദ സ്ക്രിപ്റ്റ് ടാഗ് ആണെങ്കിൽ, ഇൻ HTML ഡോക്യുമെൻറ്റ് ആണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് എംബഡിങ് ഈസ് നോൺ ആസ് എക്സ്പ്ലിസിറ്റ് എംബഡിങ്. ഓക്കെ, അപ്പം ഇത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ വിസിബിളി ഡിഫൈൻഡ് ആണ്. ആ ഒരു സ്ക്രിപ്റ്റ് ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് സ്ക്രിപ്റ്റ് ടാഗിൻ്റെ അകത്ത് സ്ക്രിപ്റ്റ് കോഡ് കാണും. പിന്നെ അത് ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതുവരെ ഓക്കെയാണ്. ഇതുവരെ ഓക്കെയാണ്. സോ ഇതിൻ്റെ അകത്ത് നമുക്കറിയാം ഫസ്റ്റ് സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ലൈൻ ബൈ ലൈനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡോക് ടൈപ്പ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് ടൈപ്പും വേർഷനും ആണ്. അപ്പോൾ ഈ ഒരു ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതൊരു HTML5 ഡോക്യുമെൻ്റ് ആണ്. പിന്നെ HTML സ്ട്രക്ചറാണ്. ഇതാണ് HTML സ്ട്രക്ചറിൻ്റെ ബിഗിനിങ്, റൂട്ട് എലമെൻ്റ് എന്ന് പറയും അല്ലേ. ദെൻ നെക്സ്റ്റ് ഇസ് ഹെഡ് സെഷൻ. ഹെഡ് സെഷൻ്റെ അകത്ത് ആര് വരും? ടൈറ്റിൽ വരും. ടൈറ്റിലിൻ്റെ എക്സ്പ്ലിസിറ്റ് എംബഡിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ജസ്റ്റ് ആ നെയിമാണ് അല്ലേ, എക്സ്പ്ലിസിറ്റ് എംബഡിങ് എക്സാമ്പിൾ. ഓക്കെ, ഇതും മനസ്സിലായത്. ഇത്രയും നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം തന്നെയാണല്ലേ. ഇനി വരുന്ന ബോഡി സെക്ഷനാണ്. ബോഡി സെക്ഷൻ്റെ അകത്ത് ഇതൊന്നും നമുക്ക് അധികം പരിചയമില്ല എന്ന് നോക്കാം എന്താണെന്നുള്ളത്. ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നമുക്ക് നോർമലി അറിയാം ഇതൊരു ഹെഡിങ് ആണ്. H3 വന്നുകൊണ്ട് ഇതൊരു ഹെഡിങ് ആണെന്ന് പറയാം. അതിനൊരു ഐഡി ആട്രിബ്യൂട്ട് ഉണ്ട്. അതിൻ്റെ പേര് ഡെമോ ആണ്. ഏത് ഐഡി ആട്രിബ്യൂട്ടിൻ്റെ പേര് ഡെമോ ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിന് ആക്സസിബിൾ ആണ്. ജാവാസ്ക്രിപ്റ്റിന് ആക്സസിബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഐഡി ആട്രിബ്യൂട്ടാണ് ഡെമോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റിന് ആക്സസിബിൾ ആയിട്ട്, അപ്പം ഈ ഒരു ഡെമോ എന്ന് വെച്ചാൽ ഐഡിയുടെ പേര് ഐഡി എന്ന് പറയുന്നത് അതിൻ്റെ നെയിം ഡെമോ. അത് ആർക്ക് ആക്സസിബിൾ ആണ്? ജാവാസ്ക്രിപ്റ്റിന് ആക്സസിബിൾ ആണ്. അതെങ്ങനെയെന്നുള്ളത് നോക്കാം. ഇനി പറയുന്നത് ഇത് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനിതൊന്ന് റൺ ചെയ്ത് കാണിക്കാം. ഞാൻ സേവ് ചെയ്തു, റൺ ചെയ്തിട്ട് ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ബട്ടണാണേ, ക്ലിക്ക് ചെയ്യാറെന്ന് പറഞ്ഞൊരു ബട്ടണാണ്. ആ ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് ഒന്നും കൂടെ കാണിക്കാം. ഇങ്ങനെയാണ് എൻ്റെ ബ്രൗസറിൽ ഇങ്ങനെയാണ് എൻ്റെ വെബ് പേജ് ഇരിക്കുന്നത്. ഞാൻ അത് റൺ ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് വന്നത്. നോക്കിക്കേ, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഈ ഹെഡിങ് ആയ ജാവാസ്ക്രിപ്റ്റിനെ ആ ഹെഡിങ് ഞാൻ ചേഞ്ച് ചെയ്യുവാണ്. ഇവിടെ എന്താ നടക്കുന്നത്? ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ട്. അപ്പം ഞാൻ രണ്ട് കാര്യങ്ങളെ ബോഡിക്കകത്തുള്ളൂ. ആരൊക്കെയുണ്ട്?
ഒരു ഹെഡിങ് ഉണ്ട്. അതുകൊണ്ട് ഹെഡിങ് ഞാൻ ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുത്തു. പക്ഷേ അതിന് ഞാൻ ഐ ഡി കൊടുത്തു. ഐ ഡി ഒരു ആട്രിബ്യൂട്ട് കൊടുത്തു, ഡെമോ എന്നുള്ളത്. പിന്നെ എന്താണ്, ഒരു ബട്ടൺ കൊടുത്തു. ബട്ടൺ, ഇതൊരു ബട്ടൺ ടാഗ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ഈ ഒരു എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടൺ ടാഗ് യൂസ് ചെയ്യുന്നു. അതിൻ്റെ ടൈപ്പ് ഇസ് ഈക്വൽ ടു ബട്ടൺ. ഓൺ ക്ലിക്ക് ഇസ് ഈക്വൽ ടു മൈ ഫങ്ഷൻ. മൈ ഫങ്ഷൻ എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടതെന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞാൽ ആ ബട്ടൻ്റെ പേര്, പിന്നെ ബട്ടൺ ടാഗ് ഞാൻ ക്ലോസ് ചെയ്തു. അപ്പോൾ ഓൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കിക്കേ, ആ ജാവാസ്ക്രിപ്റ്റ് എന്നുള്ള കണ്ടൻറ്റ് മാറിയില്ലേ? അപ്പോൾ ഇവിടെ ഹെഡിങ്ങിൽ ഞാൻ എന്താണ് ചേഞ്ച് വരുത്തുകയാണ്. ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹെഡിങ് ഞാൻ ചേഞ്ച് വരുത്തുകയാണ്. അതാണ് ജാവാസ്ക്രിപ്റ്റ്. സോ അപ്പോൾ ഓൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ എന്ത് കൊടുക്കണം? മൈ ഫങ്ഷൻ. ആ മൈ ഫങ്ഷൻ്റെ അകത്താണ് നമ്മൾ ചേഞ്ച് ചെയ്യാനുള്ള കണ്ടൻറ്റ് ഇരിക്കുന്നത്. മൈ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രിപ്റ്റാണ്. മൈ ഫങ്ഷൻ്റെ അകത്താണ് നമ്മുടെ സ്ക്രിപ്റ്റ് ഇരിക്കുന്നത്. നമ്മുടെ സ്ക്രിപ്റ്റ് കോഡ് എവിടെയാണ്? മൈ ഫങ്ഷൻ. മൈ ഫങ്ഷൻ്റെ അകത്ത് എന്താണ്? ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി ഡെമോ ഡോട്ട് ഇന്നർ HTML ഈക്വൽ ടു കണ്ടൻറ്റ് ചേഞ്ച്. സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യും. അപ്പം ഇതിൻ്റെ അകത്ത് ഓൺ ക്ലിക്ക് എന്ന് വെച്ചാൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മൈ ഫംഗ്ഷനിലോട്ട് പോകണം. വാട്ട് ഈസ് മൈ ഫംഗ്ഷൻ? മൈ ഫംഗ്ഷൻ്റെ അകത്ത് മൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ്. ഇവിടെ നമ്മുടെ എലമെൻറ്റായ ഐ ഡി നമ്മളിവിടെ എലമെൻറ്റിനെ ആക്സസ് ചെയ്യാണ്. ഏത് ഐ ഡി വെച്ചിട്ടാണ്? ഡെമോ എന്ന് പറഞ്ഞ ഐ ഡി വെച്ചിട്ടാണ്. യൂസിങ് എങ്ങനെ? ഈ ഐ ഡി ഞാൻ എങ്ങനെ ആക്സസ് ചെയ്യും? ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി. അതായത് ഈ ഐ ഡി എനിക്ക് കിട്ടണം. ഈ ഡോക്യുമെൻറ്റിൻ്റെ അകത്തുള്ള ഈ ഐ ഡി എനിക്ക് കിട്ടണം. അതാണ് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി. അപ്പോൾ ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി യൂസ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യണം? ആ എലമെൻറ്റിനെ ആക്സസ് ചെയ്യുന്നത്. ഏത് എലമെൻറ്റിനെ? ആ ഹെഡിങ്. മനസ്സിലായോ? ഹെഡിങ് എന്ന് പറഞ്ഞ എലമെൻറ്റിനെ എനിക്ക് ആക്സസ് ചെയ്യണ്ടേ? കാരണം അതാണ് എന്ത് ചേഞ്ച് ചെയ്യുന്നത്. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം അതല്ലേ അവിടെ മാറുന്നത്. സോ എനിക്ക് അതിനെയാണ് ആക്സസ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി. ആ എലമെൻറ്റിനെ എനിക്ക് ഗെറ്റ് ചെയ്യണം അതിൻ്റെ ഐ ഡി വെച്ചിട്ട്. മനസ്സിലായോ? അതാണ് അതിൻ്റെ യൂസേജ്. ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി. അതിൽ ഓർക്കുക, എലമെൻറ്റിൻ്റെ ഇയും ദെൻ ബൈയുടെ ബിയും ഐ ഡിയുടെ ഐയും ക്യാപിറ്റൽ ലെറ്ററാണ്. ബാക്കിയെല്ലാം സ്മോൾ ലെറ്ററാണ്. ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ അകത്തുള്ള ആ എലമെൻറ്റിൻ്റെ ഐ ഡി ഗെറ്റ് ചെയ്യണം. സോ ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി ഓഫ് ഏത് ഐ ഡിയുടെ പേരാണ്? ഡെമോ. അപ്പം ഞാൻ ബ്രാക്കറ്റിൽ ഡെമോ കൊടുക്കാം. ഏത് ഐ ഡി എന്നാണ് സ്പെസിഫൈ ചെയ്യേണ്ടത്. ഇപ്പോൾ ഡെമോ എന്ന് പറഞ്ഞാൽ ഐ ഡിക്കകത്ത് ഐ ഡിയിലാണ് നമ്മുടെ ഈ H3 എന്ന് പറഞ്ഞ എലമെൻറ്റ് ഇരിക്കുന്നത്. അതിനെ ഗെറ്റ് ചെയ്യുക. ഡോട്ട് ഇന്നർ HTML എന്തിനാ അങ്ങനെ കൊടുത്തത്? ഇന്നർ HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യുക. മീൻസ് ആ ഹെഡിങ്ങിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യുന്നത്? ഇന്നർ HTML-ൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ള കണ്ടൻറ്റ് എന്താണ്? ഈ HTML-ൻ്റെ ഇപ്പോൾ ഉള്ള കണ്ടൻറ്റ് എന്താണ്? ജാവാസ്ക്രിപ്റ്റ് അല്ലേ? HTML-ൻ്റെ ഇപ്പോൾ ഉള്ള കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ്. അതിലുള്ള എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. അതാണ് അപ്ഡേറ്റ്സ് ഇറ്റ്സ് കണ്ടൻറ്റ്. ഇതിൻ്റെ അകത്തുള്ള ഈ ഇന്നർ HTML-ലുള്ള കണ്ടൻറ്റിനെ അപ്ഡേറ്റ് ചെയ്യണം. എന്ത് വെച്ചിട്ട്? പുതിയൊരു പേര് വെച്ചിട്ട്. ഇത് ഈക്വൽസ് ടു വിത്ത് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് കണ്ടൻറ്റ് ചേഞ്ച്. ഇതാണ് നമ്മൾ സ്ക്രിപ്റ്റിൻ്റെ അകത്തിരിക്കുന്നത്. ഇവിടെ നടക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺ ക്ലിക്ക് ബട്ടൺ എന്ത് ചെയ്യും? ഓൺ ക്ലിക്ക് ആട്രിബ്യൂട്ട് എന്ത് ചെയ്യും? ആരെ വിളിക്കും? മൈ ഫൺ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യും. ആ ഫംഗ്ഷൻ എന്ത് ചെയ്യും? H3 എലമെൻറ്റിൻ്റെ കണ്ടൻറ്റിനെ മോഡിഫൈ ചെയ്യും. ജാവാസ്ക്രിപ്റ്റ് എന്ന് മാറ്റി എന്താക്കും? കണ്ടൻറ്റ് ചേഞ്ച്ഡ് എന്ന് വരും. അപ്പോൾ ഇതിൽ ശരിക്കും ഈ ഒരു കോഡ് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു എലമെൻറ്റിൻ്റെ കണ്ടൻറ്റിനെ നമ്മൾ ചേഞ്ച്, ഒരു വെബ് പേജിലുള്ള ഒരു എലമെൻറ്റിൻ്റെ കണ്ടൻറ്റ്. ഇപ്പോൾ ഹെഡിങ്ങിൽ
എന്ന് പറഞ്ഞ ഒരു HTML-ലെ വെബ് പേജിനകത്തുള്ള HTML കണ്ടന്റ് എലമെൻ്റ് ആണല്ലേ, അതിൻ്റെ കണ്ടന്റിനെ നമ്മൾ ഡൈനാമിക്കലി ചേഞ്ച് ചെയ്യും ഒരു ബട്ടൺ. പിന്നെ ബട്ടൺ ഓൺ ദ വെബ് പേജ് ഇസ് ക്ലിക്ക്ഡ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കോഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. വേറൊന്നുമില്ല, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ബോഡിക്കകത്ത് ഞാൻ ഈ ഹെഡിങ് ആണ് ഞാൻ മാറ്റുന്നത്. സോ ID ഈസ് ഈക്വൽ ടു, കാരണം ID വെച്ചിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ID ഈസ് ഈക്വൽ ടു ഞാൻ പേര് കൊടുത്തു. പിന്നെ ഈ ഒരു പേര് വേണ്ടേ ആ ഹെഡിങ്ങിന്, അതാണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ബോഡിക്കകത്ത് ഞാൻ ഒരു ബട്ടൺ, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അത് ചേഞ്ച് ചെയ്യുന്നത്. സോ ബട്ടൺ ടൈപ്പ് ഇസ് ഈക്വൽ ടു ബട്ടൺ ഓൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യുന്നത്. മൈ ഫംഗ്ഷൻ അതാണ് നമ്മുടെ സ്ക്രിപ്റ്റ്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID, ആ ഒരു എലമെൻറ്റിൻ്റെ IDനെ ഗെറ്റ് ചെയ്യുക. ഡോട്ട് ഇന്നർ HTML മീൻസ് കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യുക. അതിൻ്റെ ആ ഒരു ഇന്നർ HTML-ൻ്റെ കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യുക. എന്തായിട്ട് ചേഞ്ച് ചെയ്യുക? കണ്ടൻറ്റ് ചേഞ്ച്ഡ് എന്ന് പറഞ്ഞ് വരിക. ഓക്കെ, സോ നോർമലി റൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും അല്ലേ. എന്നിട്ട് ഈ ബട്ടൺ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കണ്ടൻറ്റ് ചേഞ്ച്ഡ് എന്ന് പറയും. ഇതിനാണ് എക്സ്പ്ലിസിറ്റ് എംബഡിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇംപ്ലിസിറ്റ് എംബഡിങ്